അല്ലാഹുടെ പടപ്പുകളെ കൂട്ടത്തിൽ എല്ലാ അർത്ഥത്തിലും ഒരു ന്യൂനതം കൂടി ഇല്ലാണ്ട് എങ്ങനെ വേണ അങ്ങനെ അല്ലാഹു പടച്ചിട്ടുള്ള നേതാവായിട്ടിക്കട് റഹ്മത്തുൽ ആലമീൻ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാവർക്കും റസൂലായിട്ടായിട്ടിക്കട് അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളേ. ഖുൽ യാ അയ്യുഹന്നാസ്, അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ ചൊല്ലത് കണ്ട്, നബിയെ തങ്ങ മനുഷ്യന്മാരെ വിളിച്ചിട്ട് ചൊല്ലൊരു നബിയെ, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യന്മാരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, നാന് അല്ലാഹു തആല ചൊന്നിട്ടു കടത്തിയ റസൂലായിട്ടിക്കടനാണ്. ആർക്കെല്ലാം റസൂൽ? ഇലൈക്കും ജമീഅ, നിങ്ങൾക്കെല്ലാവർക്കും റസൂൽ. ഇന്ന വിഭാഗത്തങ്ങു മാത്ര, ഇന്ന കാലത്തങ്ങു മാത്ര, അങ്ങനെ എന്തോ ഇല്ല. നിങ്ങൾക്കെല്ലാവർക്കും റസൂലായിട്ട് അല്ലാഹു ചൊന്നിട്ടു കടത്തിയ റസൂലായിട്ടിക്കടനാണ് ചൊന്നിട്ടു നബിയെ മനുഷ്യന്മാരെ വിളിച്ചിട്ട് തങ്ങ ചൊല്ലറു ചൊന്നിട്ടു ഖുർആനിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ ചൊല്ലു. അതുകൊണ്ടിട്ട് എല്ലാ മനുഷ്യ വിഭാഗത്തും അല്ലാഹു തആല കടത്തിയ റസൂലായിട്ടിക്കുമ്പമേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ തങ്ങലയിൽ ഒരേ ഒരു ന്യൂനത്വം ഇല്ലാത്ത രൂപത്തിൽ, ഒരു കുന്തു കൊറത്തെങ്ങ ഇല്ലാത്ത രൂപത്തിലായിട്ടിക്കണു അല്ലാഹു തആല പടക്കൊണായത്. അതുകൊണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിൽ അത് ഇല്ല ഇതില്ല ചൊന്നിട്ട് ഒരു നല്ല വിഷയം ചൊന്നിട്ടു അത് നബി തങ്ങളയിലില്ല, അങ്ങനെ ഒന്നും ചൊല്ലുകില്ല. ബാക്കി ഇവിടെ വെച്ചിട്ടുള്ള ആരെ ഭാഗ്യം, ഏത് മനുഷ്യന്മാരെ ഭാഗ്യം നമുക്ക് എന്തെങ്കിലും ഒന്ന് ചൊല്ലാം, എല്ലാം ഉണ്ടു. പക്ഷെ അതും കൂടി ഇന്നെങ്കിൽ ഭയങ്കര ആയിറാന്തുണ്ട്, അങ്ങനെ ഒന്ന് ചൊല്ലേണ്ടുണ്ടു. എല്ലാം കൂടി ഉണ്ടു, അതിൽ മാത്രത്തിൽ ആളൊരു ഫെയിലൂറായി പോയിട്ട്, അല്ലെങ്കിൽ അതിലും കൂടി ഒന്നിന്നെങ്കിൽ ഭാര്യ നല്ലേക്കാന്ത് ചൊന്നിട്ട് എല്ലാവരും ഒന്ന് ചൊല്ലേണ്ടുള്ളൂ. അങ്ങനെ അല്ലാഹു തആല എല്ലാം കൂടി ഒരാൾക്ക് അത് അല്ലാഹു തആല കൊടുക്കടേ ചൊന്നിട്ടൊന്നില്ല. അതേ ടൈമിൽ ഏത് നല്ല വിഷയം എടുത്തു നോക്കിയെങ്കിലും ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിഷയം വരുമ്പോൾ പക്ഷെ ആ ഒരു നല്ലത് തങ്ങളെ ലൈഫിൽ ഇല്ല. ബാക്കി എല്ലാം ഇന്ത് ചൊന്നിട്ട് അങ്ങനെ ഒന്നും ചൊല്ലുകില്ല. വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനുൻ വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. അതുകൊണ്ടല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൗലൂദ് എപ്പോഴും ചൊന്നോണ്ടിന്നെ പാടിയോണ്ടിന്നെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആ മഹാനക്ക് മദീനത്തെ പള്ളിയുടെ ഉൽഗ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പാടുകയായിട്ട് മാത്ര ഒരു മിമ്പർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാക്കി കൊടുത്തു ചൊന്നിട്ട് സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയത് കണ്ട്. ആ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊന്തു, നബിയെ തങ്ങളെ കാട്ടി നല്ല ഒരാളെ ഒരു കണ്ണും കണ്ടിട്ടിക്കാലാണ്ട് ചൊന്തു. തങ്ങളെ കാട്ടി ചന്തത്തെ ഒരാളെ ഒരു പെണിങ്ങും പെത്തിട്ടിക്കാലാണ്ട് ചൊന്തു. അത് ചൊന്നു പിന്നെ രണ്ടാമത്തെ ലൈനിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊന്തു, ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. നബിയെ
ഒരു ന്യൂനത പോലുമില്ല అంటే ഒരു കൊറത്തെ പോലുമില്ല అంటే സമ്പൂർണമായ നിലക്കായിട്ടിക്കിട അല്ലാഹു തആല തങ്ങളെ പടച്ചേ ഏതുപോലെ అంటే ചൊന്നെങ്കിൽ ഇപ്പൊ നക്ക് ഒന്നാവണോട്ടോ റാസയിക്കിട് അതാവകാവണ്ടിക്കാലെ നിങ്ങൾക്കും നാനിപ്പോൾ അങ്ങനെ ആയിട്ടിന്നെങ്ങാണ്ട് ഒരു ആശയ്ക്കും. ഇപ്പം നൻ്റെ വാലെല്ലാം ചൊല്ലി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശ തോന്നും, നക്ക് ഇതുപോലെ ഒന്ന് വാല് ചൊല്ലിക്കും. നൻ്റെ വാല് കേട്ടിട്ടുണ്ടല്ലോ പിന്നെ ഇങ്ങനെ മെയ്ക്കത്ത് എതിർല് ബന്ധം നിന്നിട്ട് ഇങ്ങനെ ബൈത്ത് പാടുമ്പോൾ അല്ലെങ്കിൽ വാല് ചൊല്ലുമ്പോൾ നാനും അങ്ങനെ ഒന്ന് ആവണിത്ത് ചൊന്നിട്ട് ചിലപ്പോൾ ഒരു ബിയാറ പോറും. അല്ലെങ്കിൽ നക്കും ഒരു ആശ പോറും. എന്താ നിങ്ങൾ മാഷാ അല്ലാഹ് ഇങ്ങനെ സദസ്സിലെല്ലാം ഇങ്ങനെ തെച്ചിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നക്ക് ഇതുപോലെ ഒരു നാല് എതിർല് തെച്ചിട്ട് ഇങ്ങനെ പിന്നൊരാൾ വാല് കേൾക്കണോ എന്നിട്ട്. പക്ഷേ ഞങ്ങ വിചാരിച്ച പോലെ ഞങ്ങാവുകാവാലെ അതേ ടൈമിലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊന്തു കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. നബിയേ തങ്ങ എങ്ങനെ നിർച്ചിറാറ അതുപോലെ തങ്ങളെ അല്ലാഹ് പടച്ചിറാൻ. ഇനി അപ്പുറം വേറെ എന്തൊരു വേണം? തങ്ങ എങ്ങനെ വേണോട്ട് തങ്ങ നിർച്ചിറാറ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ അല്ലാഹു തങ്ങളെ പടച്ചരെ. ഇനി ഒരു ന്യൂനത്വം തങ്ങളിലില്ല, ഈ ഒരു നല്ല വിഷയം തങ്ങളയിലില്ല, അല്ലെങ്കിൽ ആ ഒരു ബെടക്ക് വിഷയം തങ്ങളയിലുണ്ട്. അങ്ങനെ ഒന്നും ഇല്ലാത്ത നേതാവായിട്ട് ഇക്കടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ. എന്തേ കാരണ മുഅ്മിനീങ്ങളെ, ഒരു കേവല വാളുകളുടെ വ്യക്തിയല്ലല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ. അല്ലെങ്കിൽ കേവല ഒരു ഇമാമല്ലല്ലേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ. അല്ലെങ്കിൽ കേവല ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ നേതാവല്ലല്ലേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ. റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, എല്ലാരും നല്ലാക്കുകുബേനായിട്ട് അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളേ നബിയും റസൂലുമാവുമ്പോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളയിൽ ആൽമാരെ ആകർഷിപ്പിക്കട യന്ത്രല്ല വേണ അതെല്ലാം അല്ലാഹു തആല കൊടുത്തുല്ലേ. ഏറ്റവും പ്രധാനമായും ചന്ത ചൊല്ലൊരു വിഷയം നിങ്ങൾ എടുത്തു നോക്കൂ. ചന്ത ചൊല്ലത് വലിയ നിഅമത്തായിട്ടിക്കിട്. ആ ചന്തത്തെ നിഅമത്തായിട്ട് കാണുമ്പോമേ ചന്ത നിഅമത്താവിടോ. പക്ഷേ സൗന്ദര്യ ചൊല്ലത് അത് തപ്പായത് വേനായിട്ട് വിനിയോഗ ദുരുപയോഗാക്കിയെങ്കിൽ ആ ചന്ത വലിയ ആഫത്തായിട്ടിക്കിട്, അത് വലിയ ഷർറായിട്ടിക്കിട്. പക്ഷേ ചന്ത ചൊല്ല ഒരു വിഷയത്തിന് അത് ഒരു പ്രത്യേകമായ ഒരു സ്വഭാവമുണ്ടോ. പണ്ടത്തെ കാലത്തില് പണ്ടിട്ട് നാന് ബെർദകല്ല ചൊന്നെ, മനഃപൂർവ്വക ചൊന്നോ. പണ്ടൊരു ബസ് കിട്ടിയോണ്ട് ഇന്ന് മക്ക പോയിട്ട് ഗ്യാരേജിലെ കോന്നോണ്ടിന്നാറ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കിട്ടിയെങ്കിൽ പറക്കിയോണ്ടിന്നാറ്. ಅದರ പേരായിട്ടിക്കിടു യുഖാലു ലഹു മാഗ്നെറ്റ്. ಮ್ಯಾಗ್ನೆಟ್ ಗೊಂತಿಲ್ಲ ಗೊಂತಿಲ್ಲ ಮಕ್ಕಳ ಮ್ಯಾಗ್ನೆಟ್ ಗೊಂತಿಲ್ಲ. ഓക്കെ എവിടെ വന്നു ഇപ്പം എന്തൊരു മ്യാഗ്നെറ്റർ കാല. എവിടെയെങ്കിലും കിട്ടിയ സാർത്ഥക അതെടുത്തോണ്ടിന്നാർ. അതിനെ പിടിച്ചിട്ട് വേറെ ഒരു ഇരുമ്പുറ മുട്ട കൊമ്പുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ബലിച്ചോളൂ, അത് ആകർഷണീയ അതാക്കിയിട്ട് അപ്പുറ ബലിച്ചോളൂ. ഇല്ല അങ്ങനെ ഒന്ന് അതിനിങ്ങനെ ബലിച്ചോണ്ടത് അല്ലേ. അതുകൊണ്ട് കുറെ ആൾമാരെ കാണുമ്പോൾ ഞങ്ങൾ ചൊല്ല എന്തമാ ഒരു മാന്ത്രിക ശക്തി ആ മനുഷ്യരുടെ കയ്യിലുണ്ട്. ആരയാളെ കണ്ടെങ്കിൽ മുട്ട പോണ്ടാറ്, ദൂരെ പോകണ്ടല്ലേ അയാളുടെ ഇല്ലേ. അങ്ങനെ കുറെ ഞങ്ങൾ ചൊല്ലില്ലേ. ಬೇಗ ಆಲ್ಮಾರಲ್ಲ ಅಯಲ್ಡ ಆಲಾയിട്ട് പോണ്ടാറ്. ഒരാളെ ಬಗ್ಗೆ ഉദാഹരണം ചൊല്ലി, ഒരാളെ ಬಗ್ಗೆ ഇങ്ങനെ ചൊല്ലാറ് ഇന്നാലിന്ന. എന്താ കാരണം അയാളില് മനുഷ്യന്മാരെ അപ്പറ ബലിക്കണം പോലത്തെ എന്തമാ ഒരു കഴിവ്, ഒരു ശക്തി, സാമർത്ഥ്യ അയാളിലുണ്ട്. ഈ ചന്തത്തെ ആൽമാരുടെ മുട്ട ಬೇಗ മനുഷ്യ പോണ്ട പോണ്ടേ പോണ്ടു. ഒരു ചന്ത ഒരാളെ കണ്ട സാർത്ഥക അങ്ങനെ മനുഷ്യന്മാർക്ക് ನಾನು ಚಂದ അവിടെ ಬೇಂಡ ಚಂದಿಟ್ಟು ಆಸೆ ಉಲ್ಲ ಆರೆಂಗಿಲಿ ಸದಸ್ಯರು ಉಲ್ಲಾರ ನಾನೊരു ಚಂದ അവിടെ ಬೇಂಡ ನಾ ಚಂದ ಇಲ್ಲಾತವನಾയി പോണ്ടേൻ. അതേ സമയത്ത് ഇല്ല നക്കൊരു ചന്തത്തെ മനുഷ്യാവണു, നാലാള് നോക്കുമ്പോ തന്റെ ചന്താണ്ട് ചൊല്ലണു, അങ്ങനത്തെ ഒരു ചന്തത്തെ മനുഷ്യാവണു ചൊന്നിട്ടു കൊതിക്കാത്തവണ ആരും ഇല്ല. എന്തേ കാരണം ചന്ത ചൊന്ന സാർത്ഥക്ക് മനുഷ്യന്മാർ മുട്ട പണ്ടാറ്. പരിശുദ്ധ ഇസ്ലാമിയുടെ പ്രബോധനക്ക് ഏറ്റവും അഗത്യമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആയുധമായിട്ടിക്കട് സൗന്ദര്യ ചൊല്ലത് ചന്ത.
എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങു അല്ലാഹു തആല കൊടുത്തപ്പ അല്ലാഹു തആല അതും കൂടി കൊടുക്കാണ്ട് വെച്ചില്ല. അതും കൂടി അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങു കൊടുത്ത ഏത് ചന്ത മുഅ്മിനീങ്ങളെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊന്നുല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട ശിഷ്യ അല്ലേ സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ മഹാന് ചൊന്നുല്ലേ മാ റഅയ്തു ശൈഅൻ അഹ്സന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണ്ടി ചന്തത്തെ ഒരാളുണ്ടല്ല ഒരു വസ്ത്ര പോലും ഞാൻ കണ്ടിട്ടിക്കാല. എല്ലാരെക്കാളും എല്ലാ വസ്ത്രക്കാലും നക്ക് യാറ ചന്താട്ട് നക്ക് കാണുകയോ നന്റെ ഉസ്താദായ റഹ്മത്തുൽ ലിൽ ആലമീൻ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിട്ടിക്കിട്. തങ്ങളെ ചന്തത്തെ ഒരു ഉദാഹരണം എങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങ ചൊല്ലത് കണ്ട് കഅന്ന ശംസ തജ്രി ഫീ വജ്ഹിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോത്തുലു സൂര്യ ഇങ്ങനെ സഞ്ചരിക്കുന്നത് പോലെ കാണ്ട്. അങ്ങനെ തങ്ങളെ കാട്ടി ചന്തത്തെ ഒരാളെ ഞാൻ കണ്ടില്ല. പിന്നെ മഹാന് ചൊന്തു വഇദാ ലഹിക തങ്ങമീത്തു ചിരിച്ചെങ്കിലാ അതേ കെട്ടക്കെട്ടാൻറ്റ് ചിരിക്കട സ്വഭാവ തങ്ങോയില്ലല്ലേ. കാലി ഒരു പുഞ്ചിരിയല്ലേ. ചിലപ്പോ ഒന്നു രണ്ട് പല്ല് കാണുകൂ അല്ലാണ്ട് സൗണ്ടാക്കിയിട്ടുള്ളൊരു ചിരി തങ്ങോയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ തങ്ങ ചിരിക്കുമ്പോ ഒരു പ്രത്യേകമായ സ്വഭാവമുണ്ട്. തങ്ങ ചിരിക്കുമ്പോ തങ്ങളെ പ്രകാശ എതിർത്ത മതിലിൽ കാണ്ട് തങ്ങ ഉള്ളതിര നേരെ എതിലുള്ള മതിലില് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചിരിക്കാണ്ട്. ഇനി നിങ്ങ ഒന്നും കൂടി നോക്കറൂ. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹുടെ മുട്ട ഒരാൾ വന്നിട്ട് കേക്കിട് ഒരു ഡൗട്ട് കേക്കിട്. ഡൗട്ടിന്നെങ്കിൽ കേട്ടിട്ട് ക്ലിയർ ആക്കിടത് നല്ല ഈമാന്റെ ഭാഗമായിട്ടിക്കിട്. സംശയ മനസ്സിൽ വെച്ചിട്ട് ഒരിക്കലും നടക്കുക തീരാ. എന്ത് ഡൗട്ടിൻ താ ഡൗട്ട് ഗൊന്തുള്ളങ്ങളട്ട വന്നിട്ട് കേട്ടിട്ട് ക്ലിയർ ആക്കണു. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹുടെ മുട്ട ഒരാൾ വന്നിട്ട് കേക്കിട് അല്ല അകാന വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്ല സൈഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖഭാരി ചന്താണ്ട് നക്ക് കൊന്തിന്ത് അല്ല ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങളെ മുഖ ബാല് പോലെ മാണ്ട് കേട്ടത്. ഈ ബാള് ചൊന്നെങ്കിൽ കടുക ചൊന്നെങ്കിൽ സ്വേർഡ് ചൊന്നെങ്കിൽ നല്ല തിളക്കമുള്ളതായിട്ടിക്കിട്, നല്ല തിളക്കിട് അല്ലേ. പക്ഷേ ആ ബാല് നീള ഉദ്ദത്തിലായിട്ടിക്കിട്, റൗണ്ടിലല്ല ഉദ്ദത്തിൽ. അപ്പൊ ഇയാൾ വന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു കേട്ടിട്ട് അല്ല ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖഭാരി ചന്താണ്ട് നക്ക് കൊന്തുണ്ട്. പക്ഷെ അത് ബാല് പോലെ മാട്ടി ഇങ്ങനെ ഉദ്ദത്ത് കാണ്ട് കേട്ടിട്ട് കടുകത്തെ പോലെ മാ. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു അങ്ങനെയൊന്നും തപ്പ വിചാരിച്ചു പോയിരണ്ട, അങ്ങനെന്തും ബാല് പോലല്ല. പിന്നെമാ ബൽ മിത്ലു ശംസി വൽ ഖമരി. നിങ്ങ സൂര്യയുടെ നോക്കിടാറാ, ചന്ദ്രയുടെ നോക്കിടാറാ. വകാന മുസ്തദീറാ. സൂര്യ റൗണ്ടുലല്ലേ ഉള്ളോ, ചന്ദ്രം റൗണ്ടുലല്ലേ ഉള്ളോ. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖ അത് ഉദ്ദത്തുകല്ല, അത് റൗണ്ടുലായിട്ടിക്കിട് മനുഷ്യ. അപ്പൊ ചന്തത്തിൽ നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ തങ്ങക്ക് അല്ലാഹു തആല ഏറ്റവും വലിയ സൗന്ദര്യ കൊടുത്ത. ഇനി നിങ്ങൾ നോക്കറൂ, ഒരു മനുഷ്യയുടെ മുട്ടാൽമാർ ഭരണ കുർത്തലിന്നെങ്കാവാല കുർത്തേലിട്ട് ചൊല്ലാറ് ഇവിടെ ഉണ്ടാവുന്നില്ല. കുർത്തേല് ചൊന്നെങ്കിൽ അവന്റെ ഡ്രസ്സ് എപ്പാ നോക്കിയെങ്കിലും മണ്ണായിട്ടിക്കിട്.
അവന്റെ മുട്ട പോയി നോക്കിയെങ്കിൽ എപ്പം നാറമേ നല്ലൊരു മണമുണ്ടോണ്ടില്ലേ. അങ്ങനെ ഒന്നുണ്ട്. അങ്ങനത്തെ മനുഷ്യന്മാർക്ക് മുട്ട പോക മനസ്സ് വണ്ടില്ല. എന്ത് ചൊല്ലണോ, സ്വന്തം മാപ്പിള പോലും നാറുണ്ടായെങ്കിൽ പെഞ്ഞേക്കപ്പുറം മുട്ട പോക മനസ്സ് വണ്ടില്ലേ. അതുകൊണ്ടൊരു പെഞ്ഞേമാർ ചൊല്ലാറ് കുളിച്ചിട്ട് പറമേ അല്ല, പോയി കുളിച്ചിട്ട് പറ അല്ലേ. ഇനി ഒന്നും കൂടി നമുക്ക് ചൊല്ലോണ്ട് മനസ്സിന്ത് മാത്രം ചൊന്നെങ്കിൽ അത് കുറേ ആൾമാർക്ക് തർക്കും. അതുകൊണ്ട് ചൊല്ലൂല്ലേ, അത് നിരിച്ചെങ്കിൽ നിങ്ങമേ നിരിച്ചെങ്കമേ അയാളുടെ മുട്ട പോകാവില്ല. ബായി തുറന്നെങ്കിൽ അയാളുടെ മുട്ട നിൽക്കാവില്ല. അതെന്താ കാരണം? അത് ഡാഷ്, അത് ഫില്ലപ്പ് ദ ബ്ലാങ്ക്സ്. നിങ്ങൾ പൂരിപ്പിച്ചെങ്കിൽ ഇതിനിപ്പോൾ നാ ചൊന്നിട്ട് ഏതെങ്കിലും ഒന്ന് രണ്ട് ആൾമാർ വാതറെഞ്ച് പോകേണ്ട വേണ്ട, ബാക്കിയും കൂടി കേൾക്കാണ്ട് അവിടെ വേണ്ട. അതെന്നാ ചൊന്നേ, മനുഷ്യന്മാർ മുട്ടാവണമെങ്കിൽ ഏറ്റവും പ്രധാനമായും വേണായോ ഒന്നു ക്ലീന് ചൊല്ലത് വളരെ പ്രധാനമായിട്ടിക്കണം. അതുകൊണ്ടല്ലേ ശുദ്ധി ചൊല്ലത് ഈമാന്റെ ഒരു പ്രധാനപ്പെട്ട അംശം ഒന്നിട്ട് പഠിപ്പിച്ചിട്ടല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ. അത് പഠിപ്പാട്ടിയോണ്ട് മാത്രമല്ല, പിന്നെ ഏത് ടൈമിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ നല്ല ക്ലീൻ ഉണ്ട് മാത്രമല്ല, ക്ലീന്റെ ഇഷ്ടപ്പെട്ടോണ്ട് ഇന്ന നേതാവായിട്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ.